വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വിടയമുയർച്ചി എന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അജിത്തിൻ്റെ സിനിമയാണ്. സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. ഫാൻസിൻ്റെ ബഹളമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം നല്ല ഓളമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ ഓളമൊക്കെ ഇല്ലാണ്ടായി. അങ്ങനത്തെ ഒരു സിനിമയാണ് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്തിന് ഈ സിനിമ ചെയ്തു എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ഒരു 2 മണിക്കൂറോളം അല്ലെങ്കിൽ 2 മണിക്കൂറിൽ മുകളിൽ ഉള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥ പ്ലോട്ട് എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 മണിക്കൂറിൽ തീർക്കാനുള്ള കഥയേ ഉള്ളൂ. അജിത്തിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു സിമ്പിൾ കഥാപാത്രമായിട്ടാണ് സിനിമയിൽ അവർ പോർട്രേ ചെയ്തേക്കുന്നത്. ഒരു ലവിങ് ഹസ്ബൻഡ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു ലവിങ് ഹസ്ബൻഡ്, അതേസമയം വൈഫായിട്ട് 12 കൊല്ലമായിട്ട് മാരീഡാണ്. ആ 12 കൊല്ലത്തിനിടയിൽ അവരുടെ ഇടയിലുള്ള ഒരു സ്പാർക്ക് ഇല്ലാണ്ടാവുന്നു. അത് കാരണം ഇവർ എന്നാൽ നമുക്ക് ഡിവോഴ്സിലേക്ക് നീങ്ങാം എന്ന് പറഞ്ഞ് പോകുന്ന ഒരു ലൈനാണ് സിനിമയ്ക്ക്. ഇതൊന്നും സ്പോയിലേഴ്സ് അല്ല കേട്ടോ, ഇതൊക്കെ സിനിമയുടെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ആ ഒരു ലെവലിലോട്ട് സിനിമ ഇങ്ങനെ പോവുകയാണ്. അന്നേരം ഭാര്യ നമ്മുടെ തൃഷ പറയുന്നു, ഞാൻ എൻ്റെ അച്ഛൻ അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോവാണ്, എനിക്കിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് കൂട്ടുകാരായിട്ടെങ്കിലും നിൽക്കാം എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അജിത്താണെങ്കിൽ പറയും ഓക്കെ നമുക്ക് വണ്ടി ഓടിച്ചൊരു 9 മണിക്കൂർ അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിട്ട് അവർ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ കഥ. 1997 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ റീമേക്കാണ് ഈ സിനിമ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നെറ്റിലൊക്കെ ഉണ്ടെന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ഈ യാത്രയുടെ ഇടയിൽ ഇവരെ പരിചയപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ആക്ഷൻ ഹീറോയും അതേപോലെ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് അറിയില്ല, പക്ഷേ ഇതിനു മുമ്പ് ഏതോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അവർ എല്ലാം അത്യാവശ്യം നല്ല ആക്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. പെർഫോമൻസ് എന്ന് പറയാനായിട്ട് ആരും അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഒന്നും ഈ സിനിമയിൽ ആരും കാണിച്ചിട്ടില്ല. അതിനകത്ത് ആക്ഷൻ സീനുകളാണെങ്കിൽ പോലും അജിത്ത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫിൽ അജിത്ത് ഒരുമാതിരി അയ്യോ എന്നെ കൊല്ലില്ല സാറേ, അയ്യോ എനിക്കൊന്നും അറിയില്ല, എനിക്കിവിടെ അടിയുണ്ടാക്കാൻ താല്പര്യമില്ല, അങ്ങനത്തെ രീതിയിലാണ് അജിത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് പുള്ളി എവിടെ പോയിട്ട് കുംഫും കാരാട്ടൊക്കെ പഠിച്ചിട്ട് വരുന്നു, ഗണ്ണെടുക്കുന്നു, കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നു. എന്തത് അതിൻ്റെ ഇടയിൽ ഹമ്മറൊക്കെ ഇങ്ങനെ ചരിച്ചോടിക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. ദുബായിൽ കുറേ ഹബീബീസ് അടിച്ച് ഹമ്മർ ഓടിക്കുന്ന വീഡിയോ, അതുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതേപോലൊരു സാധനം റെപ്ലിക്കേറ്റ് ചെയ്ത് സിനിമയ്ക്കകത്തും വെച്ചിട്ടുണ്ട്. കാണാം, അത്രേ ഉള്ളൂ. അങ്ങനെ മോശം രീതിയിലാക്കിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇച്ചിരി ഓവറായിരുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഓവറായിരുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓവറോൾ ഓക്കെ. ആക്ഷൻ സീൻസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ കഥയും ഇതും തമ്മിലൊരു ലോജിക്കില്ല. ഇതിനകത്ത് അജിത്താണെങ്കിൽ ഒരു പാവം പിടിച്ച മനുഷ്യൻ ആദ്യത്തെ ഹാഫിൽ കാണും, അയ്യോ ഇന്മാര് തങ്കപ്പെട്ടൊരു മനുഷ്യനെ ഇനി കാണാൻ കിട്ടുമോ, അങ്ങനത്തെ ടൈപ്പ് ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ അവസാനമായപ്പോഴത്തേക്ക് പുള്ളിയാണെങ്കിൽ എനിക്ക് മടുത്ത്, ഇനി ഒറ്റ ഒരു തന്നെ ഞാൻ വെച്ചേക്കത്തില്ല, എല്ലാത്തിനും തീർത്ത് കളയുന്നുള്ളൊരു രീതിയിലാണ് എന്താ പറയുക അജിത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനൊരു ലോജിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൾ പട്ടാളത്തിലായിരുന്നു, അല്ലെങ്കിൽ ആൾക്ക് പണ്ട് ആളൊരു റൗഡി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ലിയോലെ പോലെ എന്താ പറയുക ഞാനിപ്പം നല്ലവനായ ഹസ്ബൻഡാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ ഓക്കെ, റിലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. ഇത് പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. പുള്ളി ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അത്യാവശ്യം നല്ല സാലറിയൊക്കെ ജീവിച്ച് പറ്റി ഒരു നല്ല ലൈഫ്, സെറ്റിൽഡ് ലൈഫ് കൊണ്ടുപോകുന്ന ഒരു നല്ല മനുഷ്യൻ. ആ മനുഷ്യൻ അവസാനമായപ്പോഴത്തേക്ക് ഭയങ്കര ഒരു റിയാക്ഷനും കാര്യങ്ങളും. അപ്പോൾ അതൊന്നും എനിക്കങ്ങോട്ട് ദഹിച്ചില്ല. ഒരു കഥ വൈസ് ഒരാൾക്ക് ഒരു സ്കില്ല് ഉണ്ടാവണമെങ്കിൽ അത് എവിടുന്നേലും ഉണ്ടാവണമല്ലോ. ഇപ്പോൾ നിങ്ങൾ തന്നെ പറയാം, നിങ്ങൾ ചുമ്മാ നാളെ നടന്നു ഒരു കരാട്ടേക്കറിയുന്ന ഒരുത്തം വന്ന് എന്ന് പറഞ്ഞാൽ 2 അടിയൊക്കെ അടിച്ചാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യാനാ? നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിനൊരു ലെവലൊക്കെ ഇല്ലേ? ആ ഒരു ഇതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, അല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു കാര്യം. പിന്നെ സിനിമയുടെ ഒരു സിമ്പിൾ കഥ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കഥയാണ്. നമ്മൾ ഈ മലയാളത്തിലാണെങ്കിൽ തന്നെ ഏത് സിനിമയാണെന്നൊന്നും ഓർക്കുന്നില്ല, പക്ഷെ എന്നാലും പണ്ടൊക്കെ എവിടെയൊക്കെയോ കണ്ടു മറന്ന ടൈപ്പ് ഒരു കഥ. ആ കഥേനെ എടുത്ത് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ കയറ്റി കുറച്ച് ഇടിയും ഇടിയും കുറേ ഗണ്ണും, പിന്നെ ഇവരേതോ നാട്ടിലാണ്, ആ നാട്ടിൽ ഏത് കടയിൽ പോയാലും ഏത് വീട്ടിൽ പോയാലും അവർക്കെല്ലാം തോക്കുണ്ട്, അവർ തോക്കെടുക്കും, ചൂണ്ടും, അങ്ങനെ സീനാണ്. പക്ഷേ സിനിമ ഓവറോൾ കണ്ടാൽ
എനിക്കിപ്പോൾ പുഷ്പ 2 കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതെന്ത് പടം, ആദ്യം അങ്ങനെ ഇത് കഴിഞ്ഞ് അവസാനം കരച്ചിൽ, അങ്ങനത്തെ ഒരു മൂഡ് സ്വിങ് ടൈപ്പ് പടമാണ് പുഷ്പ 2. ഈ പടത്തിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. അജിത്തിന് ഇതിനേക്കാളും നല്ല സിനിമകളൊക്കെ കിട്ടുമായിരിക്കാം, ചെയ്യാമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അജിത്തിൻ്റെ എത്ര നല്ല സിനിമ കണ്ട് വളർന്നു വന്നതാണെന്നറിയോ. ഈ ഒരു കഴിഞ്ഞ ഒരു 5 years ടൈം ഗ്യാപ്പിൽ ഐ തിങ്ക് ഞാൻ ഒരു നല്ല സിനിമ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അജിത്തിൻ്റെ ലാസ്റ്റ് കണ്ട നല്ല സിനിമ ആരംഭമായിരുന്നു എന്ന് തോന്നുന്നു. നല്ലതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഗുഡ് മൂവി, എൻജോയബിൾ ആയിട്ടുള്ള ഒരു അജിത്ത് മൂവി. അജിത്തിന് ഒരു കംബാക്ക് ഉണ്ടോ എന്നറിയില്ല, ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്. അപ്പോൾ സിനിമേനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. കാണണോ എന്ന് ചോദിച്ചാൽ, തിയേറ്റർ വാച്ചാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കാണണമെങ്കിൽ കാണാം. നിങ്ങൾക്ക് അങ്ങനെ മോശം പറയാനായിട്ടൊന്നുമില്ല സിനിമയിൽ, പക്ഷേ അത്ര അടിപൊളിയും ഇല്ല, കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം, കാണണമെങ്കിൽ കാണാം, കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. OTT വരുമ്പോൾ കണ്ടാലും മതി. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഇങ്ങനെ വന്നായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നെറ്റ്ഫ്ലിക്സ് റൈറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് സിനിമയുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടി വന്ന ഒരു 1 month 1.5 months നെറ്റ്ഫ്ലിക്സിൽ പ്രതീക്ഷിക്കാൻ തോന്നി സിനിമ. അവിടെ കാണാനുള്ളതേ ഉള്ളൂ. തിയേറ്ററിൽ പോയി നിങ്ങൾ പൈസയും കൊടുത്ത് അത്ര മണിക്കൂർ തിയേറ്ററിൽ ചുമ്മാ എടുക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ഓടിച്ച് വരണമെങ്കിൽ ഓടിച്ച് വിട്ട് വീട്ടിൽ ഇരുന്ന് കാണാം. അത്രേ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു.